ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തക്കാളി ഈന്തപ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കുറച്ച് ദിവസം കേടാവാണ്ട് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ അധികം ആരും പരീക്ഷിക്കാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിപ്പോവരുത് കേട്ടോ. ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരും. ഇനി ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു പച്ചമണക്ക് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ചതച്ചിട്ട് വേണേലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 3 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തക്കാളിയുടെ അളവൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അളവ് കൂട്ടിയെടുത്താൽ മതി. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ നമ്മളിതിലേക്ക് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-12 ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട്. അപ്പോൾ വലിയ ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. ചെറുതായത് കാരണം തന്നെ ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. 3 തക്കാളിക്ക് ഈ ഒരു ഈന്തപ്പഴം പാകമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. നമുക്ക് ഈന്തപ്പഴം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ചേർക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. കുറച്ച് വലിയൊരു ഉരുള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. വാളൻ പുളിയാണ് കേട്ടോ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വിനാഗിരി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എരിവ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിക്കും ആ ഒരു മധുരത്തിനുള്ള എരിവായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നാടൻ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് കായപ്പൊടി വേണമെന്നില്ല കേട്ടോ. കായം വറുത്തിട്ട് പൊടിച്ച പൊടിയാണെങ്കിൽ അതാവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കായം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കായം ചേർക്കേണ്ട ആവശ്യമില്ല. കായം ലാസ്റ്റ് ചേർത്താൽ മതി. എന്നാലേ ആ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഈ ഒരു ചട്നിക്ക് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുളിഞ്ചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പപ്പടും കൂടെ മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.